നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1201 വൃശ്ചികമാസം 23-ാം തീയതി, അതായത് 2025 ഡിസംബർ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച, മംഗളവാരം. ഇന്ന് ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:35, അസ്തമയം വൈകിട്ട് 5:59. ഇന്നത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. ചന്ദ്രൻ കറുത്തപക്ഷം 5-ാം തീയതി വരെ ബലവാനാണ്. അതിനാൽ ചന്ദ്രനിവിടെ ബലമുണ്ട്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ദുർബലമായി വരികയാണ്. പിന്നെ മറ്റൊരു 9 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമാവാസ്യയാവുകയും ചെയ്തു. ഇന്നത്തെ നക്ഷത്രം ആശ്ലേഷം അഥവാ ആയില്യം നക്ഷത്രമാകുന്നു. ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് ആശ്ലേഷം അഥവാ ആയില്യം. പക്ഷേ ലോകത്തിലെ മഹാരഥന്മാരൊക്കെ ജനിച്ചത് ആശ്ലേഷം നക്ഷത്രത്തിലാണ്. ആയില്യം നക്ഷത്രത്തിലാണ് മഹാത്മാഗാന്ധിയായാലും ജവഹർലാൽ നെഹ്റു ആയാലും ഒക്കെ ജനിച്ചത്. ആ നക്ഷത്രം ആയതുകൊണ്ടായിരിക്കാം ഗാന്ധിജിക്കും നെഹ്റുവിനും പരസ്പരം എല്ലാ വിഷയങ്ങൾക്കും ഒരു താരതമ്യം ചെയ്യുമ്പോൾ അവർ എല്ലാ വിഷയങ്ങളിലും ഏത് പ്രതിസന്ധിയിലും ഒന്നിച്ച് നിന്നത് ഈ നക്ഷത്രങ്ങളുടെ ഐക്യം കൊണ്ടായിരിക്കാം. ആയില്യം നക്ഷത്രം കർക്കിടക രാശിയിലെ മുഴുനാൾ നക്ഷത്രമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം ബുധനാണ്. അതിനാൽ പലപ്പോഴും ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഷാർപ്പായ ഓർമ്മകളുണ്ടാകാം. മലയാളത്തിലെ പ്രമുഖ വ്യവസായി ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ്, അദ്ദേഹം ആയില്യം നക്ഷത്രമാണ്. ഈ 80-ാമത്തെ വയസ്സിലും അദ്ദേഹം വളരെ കർമ്മനിരതനാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക്. എൻ്റെ പിതാവ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച മഹത് വ്യക്തിയാണ്. അദ്ദേഹം 84-ാം വയസ്സിലാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് 2 മാസം മുമ്പ് എൻ്റെ പിതാവ് 20-21 വയസ്സിലാണ് അന്നത്തെ MA ശിരോമണി എന്ന് പറയും, സംസ്കൃത സാഹിത്യ ശിരോമണി അദ്ദേഹം പഠിച്ചത്. ആ പഠിച്ച വിഷയം 84-ാം വയസ്സിലും അദ്ദേഹത്തിന് വളരെ തറവായിരുന്നു. ഞാനൊക്കെ MAക്ക് പഠിച്ചു, സംസ്കൃതം സാഹിത്യമായിരുന്നു എൻ്റെ വിഷയം. പക്ഷെ പലപ്പോഴും ആവശ്യം കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ ചിന്തിച്ചില്ല. പിന്നെ അത് ഓർമ്മ വരണമെങ്കിൽ ഞാൻ വീണ്ടും പഠിച്ചതൊക്കെ ഓർമ്മിക്കുന്നത് വീണ്ടും കാലടി യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ വരുമ്പോഴാണ്. അന്നേരമാണ് ഞാൻ വീണ്ടും പഠിക്കാൻ ആരംഭിച്ചത്. പക്ഷെ എൻ്റെ പിതാവിന് ആ കുട്ടിക്കാലത്ത് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അവസാന സമയം വരെ, ശ്വാസം വരെ വളരെ തറവായിരുന്നു. ഇങ്ങനൊരു പ്രത്യേകതയുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക്. അപ്രകാരം തന്നെ ആയില്യം, തൃക്കേട്ട, രേവതി, ഞാൻ തൃക്കേട്ട നക്ഷത്രമാണ്. അപ്രകാരം രേവതി, ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ഗ്രഹം ബുധനാണ്. ബുധനാണ് ഇൻറ്റ്യൂഷൻ, സിക്സ് സെൻസ് ഒക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാരൊക്കെ ജ്യോതിഷ വിഷയത്തിൽ പഠിക്കുകയാണെങ്കിൽ വളരെയധികം പ്രവീണരാകുന്നത്. ഏതായാലും നാം ശുഭകാര്യങ്ങൾക്ക് ആയില്യം നക്ഷത്രം ഉപയോഗിക്കാറില്ല. യമൻ, രുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട ഇവ 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം, പൂരാടം, പുരുരുട്ടാതി, തൃക്കേട്ട ഈ 7 നക്ഷത്രങ്ങൾ. വിതക്കിൽ വിളിയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. വിത്തിട്ടാൽ പൊടിക്കില്ല, യാത്ര പോയാൽ തിരിച്ചു വരില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരു യാത്രയ്ക്കോ പോക്ക് വരവിനോ ഇതിനൊന്നും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കില്ല, ശുഭമുഹൂർത്തങ്ങൾ നൽകില്ല. ആയില്യം നക്ഷത്രങ്ങൾ അധിദേവതയായ ഗ്രഹം നാഗമാണ്. അതിനാൽ നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തോടുകൂടി നാഗക്ഷേത്രത്തിൽ പോവുക, അവിടെ സർപ്പപ്രീതി ചെയ്യുക. ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് നാഗസംബന്ധമായ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രങ്ങൾ അധിപൻ ബുധനാണ്. ബുധനെ കൊണ്ടാണ് നാം ദശാവതാര ഗ്രഹങ്ങളെ ചിന്തിക്കുക. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടെ സമർപ്പിക്കാവുന്നതാണ്. ഇന്നത്തെ ദിനം പ്രാർത്ഥനാ നിർഭരമാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.